വരട്ടെ. മകേരും പുറപ്പാട് നാള് വൈകുന്നേരം അത്താഴപൂജ കഴിഞ്ഞ് പാനി കൊട്ടി പുറത്തൊക്കെ എഴുന്നള്ളിക്കും. അത് 3 ശംഖു വിളിക്കും. പൂരക്കാലത്ത് അങ്ങനെ പ്രത്യേകതയുണ്ട്. സ്വതവില്ല എഴുന്നള്ളിക്കുമ്പോൾ 3 ശംഖു വിളിക്കുന്നിട്ട് ചമ്പട തുടങ്ങുക. ആ ചമ്പട തുടങ്ങിയാൽ കഷ്ടി ഒരു 3/4 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ കൊട്ടും. അതിൻ്റെ ചിത്തിനകത്ത് അത് കഴിഞ്ഞാൽ ഒരു വന്നു പുറത്തേക്ക് കിടന്നു. പുറത്തേക്ക് കിടന്നാൽ ആ ചമ്പട കലാശു വീണ്ടും ചമ്പട തുടങ്ങി. വീണ്ടും ആദ്യം തുടങ്ങിയ മാതിരി തുടങ്ങും. അങ്ങനെ പ്രത്യേകതയുണ്ട്. അല്ലേ? അതാ നടന്നു പോയി പ്രതീക്ഷയായിട്ട് വന്ന ആദ്യത്തെ പ്രദേശം നിൽക്കണ്ടേ ഇവിടെ വരും. ഇവിടെ കലാശി ചെയ്യും. പുറത്തേക്ക് കയറും. പുറത്തേക്ക് കയറുന്നാൽ ഒന്ന് കൊട്ടിയെടുക്കും. കഴിഞ്ഞു. പിന്നെ പുറത്തേക്ക് കയറി കഴിയും. പുറത്തേക്ക് കയറുന്ന പുള്ളിമണിക്കൽ പറ. അത് ഇത്തിരി നേരം കണ്ടു ചമ്പള. അത് പറ കഴിഞ്ഞാൽ കഴിഞ്ഞു. കയറി ഇങ്ങനെ പോകുന്ന അവിടെ നടക്കും. അപ്പോഴും ആൾക്കാരൊക്കെ അറിയാവും ചെയ്യാനും. അത് ഈ ഇടയില്ലതാ കച്ചേരിയുടെ അതാ ഈ കൂട്ടുകാരുടെ ആ ഇടയ്ക്ക് അവിടെ മതിലും ഇവിടെ കൂട്ടുകാരും. അതിന് പ്രത്യേക ശബ്ദമുണ്ട്. മനസ്സിലായ എല്ലാ ഗീതം മാതിരിയല്ല. അത് തുടങ്ങാറായി എന്ന് പറഞ്ഞാൽ തുടങ്ങായി. അത് കഴിച്ചാൽ പാണ്ടി തുടങ്ങായി. അത് ചോദിക്കും. ഒരാളുണ്ടാവും ഇവിടെ. അവിടെ ബാക്കി 4 ആന ആ പാത്ര. ഇവിടെ 4 നിൽക്കാൻ പറ്റില്ല. അപ്പോൾ തുടങ്ങുമ്പോൾ ഒരാളുണ്ടാവുള്ളൂ. അത് പാണ്ടി തുടങ്ങി. അത് ഈ കൂട്ടിപ്പരിക്കാന്ന് പറയാം. കൂട്ടിപ്പരിക്ക് അത് പഴയ കാലത്തൊക്കെ 3/4 മണിക്കൂർ നേരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ അരമണിക്കൂറുണ്ടായിരിക്കും. ഇപ്പം ഞാനാകുമ്പോൾ കഷ്ടി 3/4 മണിക്കൂർ ഒപ്പിക്കാറുണ്ട്. കഷ്ടിയുണ്ടോ അതും അതായത് എന്തായാലും നമ്മളെ കുറ്റം കൊണ്ടല്ല. പഴയ ആൾക്കാരും 1000 ആൾക്കാരല്ല ഇപ്പോൾ. അപ്പോൾ അതനുസരിച്ച് പോകാനേ പറ്റുമോ. അതേമാതിരി വേണമെന്ന് വെച്ചാൽ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ ഞാൻ അരമണിക്കൂറിന് മുകളിലുണ്ടാവാറുണ്ട്. അത് കൂട്ടിപ്പിരിക്കലിന് പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ കൂട്ടിപ്പിരിക്കൽ ഒരു രീതിയിൽ കേട്ടിട്ട് ഉണ്ടായിട്ടില്ല. ഉണ്ടത് പറഞ്ഞാലും സമ്മതിക്കാൻ പറ്റൂല. കാരണം അത് ഇതിന് ഈ നിൽക്കുന്ന സ്ഥലത്തിന് മറക്കാം. വലിയ പാണ്ടിയെ പാടുന്ന ഒരു കാര്യമില്ല. ഇതൊന്നും ഇവിടുത്തെ പാണ്ടിയുടെ അടുക്കളയ്ക്ക് എടുക്കാൻ പറ്റില്ല. ആരായാലുമില്ല. ഇപ്പം ഞാൻ കൊട്ടിയാലും വേറൊരാൾ കൊട്ടിയാലും ഇതിന് മുമ്പ് കൊട്ടിവരുന്ന ആൾക്കാരുമായാലും അതാണ് പ്രത്യേകതയുണ്ട്. അതെന്താ ചോദിച്ചാൽ അകത്തിരിക്കുന്ന ആളുകളാണ് ചോദിക്കുക. എനിക്ക് ശരിയാ. അതങ്ങനെ അത് കൂട്ടി പിടിച്ച് കാലത്ത് അവിടുന്ന് ഒരു കലാശം 1 or 2 കലാശം കഴിഞ്ഞാൽ നടക്കുകയും നടന്ന് അവിടെ നിരക്കും. ബാക്കി 4 ആൾ നിൽക്കുന്നുണ്ടല്ലോ, അവിടെ പോയി നിൽക്കും. എന്നിട്ട് അവിടെ ഒരു 2 or 3 കലാശം കഴിക്കും. അവിടെ പതുക്കെ നടക്കും. അങ്ങനെ നടന്ന് കച്ചേരിയുടെ ഇടയ്ക്ക് എത്തും. ആ കച്ചേരിയുടെ ഇടയ്ക്ക് എത്തുമ്പോൾ അപ്പോൾ 12 അതിൽ തുടങ്ങും. 3 മണിക്കൂർ വേണം. അങ്ങനെയാ. 2:45 കഴിയും. അപ്പോൾ 3 മണിക്കൂർ വേണ്ടി വരും. ആ കച്ചേരി തൊഴിലെത്തുമ്പോഴേക്കും അത് ഏതാണ്ട് ലെവലായിട്ടും സമയം കുറച്ചാണ് കടന്നു പോയിട്ടുണ്ടാവും. അവിടെ വന്നു കഴിഞ്ഞാൽ തുറന്ന് പിടിക്കാതെ നെയ്യുന്നുണ്ട്. പാണ്ടി തുറന്ന് പിടിക്കുക. അവിടുന്ന് അങ്ങനെ പാണ്ടി ആവുള്ളൂ. മറ്റേ നേരെ പോകാൻ വേണ്ടി കൊട്ടിക്കൊണ്ട് പോവുക. അവിടുന്ന് അങ്ങനെ പണിയെടുക്കണ്ടു. കൊട്ടുന്നവർക്ക് അവിടുന്ന് അങ്ങനെ പണിയെടുത്താൽ പാണ്ടിയാണ് നന്നാവും. ചീത്താനും എന്തും അത് പോയി. അവിടുന്ന് അങ്ങനെ വേണ്ടു. അതിൽ നല്ലോണം 1 മണിക്കൂർ കൊട്ടും.
എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടും. അങ്ങനെ അപ്പോൾ രണ്ടേരും 3 മണിയാകുമ്പോൾ വണ്ടി കഴിയും. അത് കഴിഞ്ഞ് അവിടെ കിഴക്കോട്ട് പോയി അവിടെ തിരിഞ്ഞു നിന്നിട്ട് ആ വണ്ടി അവസാനിച്ചാൽ അവിടെ പഞ്ചായത്ത് രണ്ടാമത്തെ കാലത്തുണ്ട് കൊട്ടും. കൊട്ടിയത് ആ റോഡില്ലേ അവിടെ വരുമ്പോൾ നിർത്തും. നിർത്തി